ഏകദേശം 4 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് പൊട്ടലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ ഒരു പായല അവിടെ പിടിച്ചു എന്നുള്ള ഒരു സൈനാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. ഏകദേശം 4 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ സെറ്റാക്കിയിരുന്നത്. എന്തായാലും ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ബാക്കി അപ്ഡേഷനാണ് ഇന്ന്. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ പ്ലാന്റ്സ് ഒക്കെ നട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ ആ മീനുകളെ പിടിച്ചതിനെയൊക്കെ നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇറക്കി വിടാൻ പോകണം. വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ച് നിറഞ്ഞിട്ടുണ്ട്, കാരണം കുറച്ച് ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മീനെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ബാക്കി വെള്ളം നിറച്ച് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഗ്രോ ആയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. 4 ദിവസം മുന്നേ പായലും നിറഞ്ഞ് കാടും പിടിച്ച് കുത്തി നിറഞ്ഞ് കിടന്ന ഒരു ഫ്രിഡ്ജ് ബോക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ അത്യാവശ്യം ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ മഴയിൽ കുറച്ച് വെള്ളം കൂടെ നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി ഇനി നമ്മൾ നിറച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിന് ചെറിയൊരു പൊട്ടലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ നമുക്കിനി MC വാങ്ങിച്ച് ഫുള്ള് ക്ലോസ് ചെയ്യണം. എന്തായാലും പണ്ടൊക്കെ MC വെച്ചിടമൊക്കെ ചെറുതായിട്ട് പിന്നെ ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. എന്തായാലും ബാക്കി പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ ഒരു ലെവലിലെ വെള്ളം നിർത്തുന്നുള്ളൂ. ഈ ഒരു ലെവലിലെ നിർത്തത്തുള്ളെങ്കിലും നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പിന്നെ ഓവർഫ്ലോ ആവും. ആ സമയത്ത് എന്തെങ്കിലും ഓവർഫ്ലോ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം, ജസ്റ്റ് പൈപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ. എന്തായാലും നമ്മുടെ ആ ഒരു പായൽ മൊത്തം കണ്ടോ നിങ്ങൾക്കിപ്പോൾ തന്നെ ഇവിടെ കണ്ടറിയാം. ചെറിയ ചെറിയ പൂക്കൾ ഇത് കിളിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ ഒരു പായൽ അവിടെ പിടിച്ചു എന്നുള്ള ഒരു സൈനാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. എന്തായാലും ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മീനെ മാത്രം ഇറക്കി വിട്ടാൽ മതി. കുറച്ചുകൂടെ വെള്ളം കൂടെ നിറച്ച് കൊടുക്കണം. പിന്നെ അതേ നമ്മുടെ ഒരു റിംഗ് ടാങ്ക് കിടപ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ഫുള്ള് കാലിയാണ്, ആരുമില്ല ഇതിനകത്ത്. എന്തായാലും ഇതിനകത്തിലെ വെള്ളം നമുക്ക് ഫുള്ള് വറ്റിച്ച് കളയണം. ഇതിൽ പിന്നെ നമുക്ക് വെള്ളം വറ്റിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ചെടിയൊക്കെ നട്ട് വെക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മീനകത്തിന് പിടിച്ച് ഇതിനകത്തോട്ട് ഇടണം. എന്തായാലും നമുക്ക് ഇത് നോക്കിയിട്ട് അതിലേക്ക് കിടക്കാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ വർക്ക്. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പിടിച്ച് വെച്ചിരുന്ന മീനെ കുറച്ച് ഗപ്പി ഉണ്ടല്ലോ, അതിനെ നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും നമ്മൾ ഇതിൽ പിടിച്ച കുറച്ച് ഗപ്പികളെ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് നമുക്ക് ആ ഒരു മീനെ ഇതിലോട്ട് ഇറക്കി വിടാം. അങ്ങനെ ഏകദേശം 3 ബക്കറ്റോളം വെള്ളം നിറച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടാങ്ക് അത്യാവശ്യം നിറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇത്രയും ദിവസം തുറന്നിരുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന കൂട്ടത്തിലൊക്കെ എടുത്ത് ഒഴിവാക്കി. ഇവിടെ അത്യാവശ്യം വെള്ളം നിറയ്ക്കലും ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെരിയ മഴ വരുന്നു. ഇനിയിപ്പോൾ ഈ മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓവർഫ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പിന്നെ ഇവിടെ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട്. അപ്പം ആ ഒരു പൊട്ടലുള്ളതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം ഇറങ്ങിപ്പോകും. പക്ഷേ ഇതിനി ഫുള്ളാവും എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്കും. എന്തായാലും നമ്മുടെ മീനെ ഇട്ട് നമുക്ക് നെറ്റൂടെ ഇട്ട് പെട്ടെന്ന് പരിപാടി അങ്ങ് തീർത്തേക്കാം. അങ്ങനത്തെ ഇതാ നമ്മുടെ ആ ഒരു ഗപ്പികൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട് താനും. അവിടുന്ന് കിണറ്റിൽ നിന്ന് കിട്ടിയതല്ലേ, നമുക്ക് മാക്സിമം കോരാൻ പറ്റി നമ്മൾ അത്രയും കോരിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മീനുകളെ എല്ലാത്തിനും നമുക്കിനി നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വിടണം. അയ്യോ പോയോ, അതായിട്ട് കൊച്ചു കുഞ്ഞിൽ കിട്ടി. എന്തായാലും നമുക്ക് ഇതുങ്ങളെയൊക്കെ നമുക്കിനി നേരെ നമ്മുടെ ആ ഒരു പിടിച്ച് ഫ്രിഡ്ജ് ബോക്സൊക്കെ ഇറക്കി വിടാം. നമ്മുടെ കഴിഞ്ഞ ലോങ് വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു അരിപ്പ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മീനുകളെ പിടിച്ച ബക്കറ്റിലേക്ക് മാറ്റിയത്. നമ്മൾ നേരത്തെ മീനൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നെറ്റാണെങ്കിൽ മൊത്തം ദ്രവിച്ചു പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു അരിപ്പ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി എന്തായാലും നമ്മുടെ ബക്കറ്റിലുള്ള മൊത്തം മീനുകളെ നമുക്ക് പിടിച്ച് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം. എന്തായാലും നമ്മൾ ഈ എടുത്തിരിക്കുന്ന അരിപ്പയ്ക്ക് ചെറിയ നടുക്കൊരു ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ട് മീനെ പിടിച്ചില്ലെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നതാണ്. എന്തായാലും ആദ്യം പിടിച്ചപ്പോൾ തന്നെ കുറച്ച് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നേരെ നമ്മുടെ പെട്ടെന്ന് ആ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടുവാണ്. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഞാൻ സെറ്റാക്കി കഴിഞ്ഞ് ഇതിൽ ആകെപ്പാടെ വളർത്തിയിട്ടുള്ള ആകെ ഒരു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടന്ന ഗപ്പികളാണ്. പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന് മുന്നേ നമ്മൾ നേരത്തെ വളർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടാർപ്പുകൾ, പിന്നെ നമ്മൾ ചെറിയ ചരുവം, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു മീനുകളെ വളർത്തിയത്. ആ ഒരു സമയത്ത് നമ്മുടെ കിട്ടുന്ന 10-30 രൂപയൊക്കെ കൂട്ടി വെച്ചിട്ട് കടയിൽ പോയി 4 പേർ ഗപ്പികളെ വാങ്ങുന്ന സമയത്ത് 4 പേരെ ഉള്ളെങ്കിലും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും 100-150 കുഞ്ഞുങ്ങളായി മാറും അത്. എന്തായാലും അന്നും ഇന്നും എൻ്റെ കയ്യിലുള്ള ഏക ഒരു സാധനമാണ് ഈ കാണുന്ന ഗപ്പികൾ. എന്തായാലും ഇപ്പോൾ കുറച്ച് കൊക്കുകളൊക്കെ പിടിച്ചോണ്ട് പോയെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് നിറച്ച് മീനുകളായിരിക്കും. എന്തായാലും കാട് പിടിച്ച് കിടന്നിരുന്ന ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലോട്ടൊന്ന് കയറിയാൽ മതി. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ അവസാനത്തെ കോറിലാണ്. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ മീനുകളെ നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞു. പിന്നെ എല്ലാം സെറ്റല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു മീനുകളെ എല്ലാം നമ്മൾ നല്ല ഇറക്കി വിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് കാണാം. എന്തായാലും ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ പതുങ്ങിയൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് മണ്ടയ്ക്കൊക്കെ വരികയും നമ്മളോട് ഭയങ്കര കമ്പനിയൊക്കെ ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കുമ്പോഴത്തേക്കൊക്കെ വരികയൊക്കെ ചെയ്യും. ഇപ്പോൾ എന്തായാലും പുതിയ സ്ഥലം ആ ഒരു മാറ്റം കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പരിചയപ്പെടുമായിരുന്നു പുതിയ അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ. എന്തായാലും നമുക്കിനി ഇപ്പോൾ ഇവന്മാരെ കവർ ചെയ്യണം. കാരണം ഇതിൽ ഫുൾ പായൽ മാറിയതോടെ ഈ കൊക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കൊക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവന്മാർ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാവും. അപ്പം നമുക്ക് നമ്മുടെ നേരത്തെ നെറ്റ്, നമ്മളിവിടെ നേരത്തെ വെള്ളം ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി വെച്ചിരുന്ന നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് നമുക്ക് വിരിച്ച് ഇത് ഫുള്ള് ക്ലോസ് ചെയ്യണം. എന്തായാലും നമുക്ക് ഫുൾ ക്ലോസ് ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ ഇവന്മാരുടെ കാര്യം പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് ഇവന്മാർ അന്നും കണസിലാത്തി മൊത്തം കൊക്ക് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ
കണ്ട അടിയിലൊക്കെ ഫുള്ള് മീനുകൾ സഞ്ചാരമോടെ സഞ്ചാരം. ഇനി അവരുടെ ലോകമായി, അവരുടെ ഇതായി. എന്തായാലും നമുക്ക് ഫുള്ള് നെറ്റിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഫുള്ള് പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിതൊരു പഴയൊരു കിണറിൻ്റെ ഒരു വല ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും കൊക്ക് വരത്തില്ലെന്ന്, എന്തായാലും വന്നിവിടെ പിറ്റേ ദിവസം നമ്മൾ കാണാം ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ മീനൊന്നും പിടിച്ചുകൊണ്ട് പോകത്തില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തായാലും ഇനിയും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.